കഥയെ ആരംഭിക്കുന്നത് ജോണി ഇംഗ്ലീഷ് എന്ന യുവാവിനെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ്. വളരെയധികം കൈൻഡ് ഹാർട്ടഡായ, പാവമായ, എന്നാൽ കുറച്ച് കാര്യങ്ങൾ കാര്യപ്രാപ്തിയോടെ പ്രവർത്തിക്കാനറിയാത്ത MI7 ഏജന്റായിരുന്നു ജോണി. ബ്രിട്ടീഷ് ഏജൻസിയിലെ ഏറ്റവും സക്സസ്ഫുള്ളായ, ട്രസ്റ്റഡായ ഒരു ഏജന്റായി മാറണം എന്നതായിരുന്നു ജോണിയുടെ ഏറ്റവും വലിയ ലക്ഷ്യം. നിലവിൽ ജോണി ഇംഗ്ലീഷ് ബ്രിട്ടീഷ് ഏജൻസിയിൽ ഏജന്റ് 1ന്റെ അസിസ്റ്റന്റായി ജോലി നോക്കുകയാണ്. ഏജന്റ് 1 ആയിരുന്നു നിലവിൽ MI7ലെ ഏറ്റവും മികച്ച ഏജന്റ്. ഏജന്റ് 1നെ പോലെ സ്റ്റൈലിഷും മികച്ച കഴിവുള്ളവനുമായ ഒരു ഏജന്റായി മാറണം എന്ന് ജോണി ഏറെ ആഗ്രഹിച്ചിരുന്നു. ആ സമയത്ത് ഏജന്റ് 1 ഒരു സീക്രട്ട് മിഷനിലാണ്. ഏജന്റ് 1 ആവശ്യപ്പെട്ട കുറച്ച് ഫയൽസ് റിസർച്ച് ചെയ്തെടുത്ത് ജോണി ഏജന്റ് 1ന് കൈമാറി. ഏജന്റ് 1 ചോദിച്ചപ്പോ താൻ എല്ലാ ഇൻഫർമേഷനും ഡബിൾ ചെക്ക് ചെയ്തിട്ടുണ്ട്, ഒക്കെയും ശരിയാണ് എന്ന് കോൺഫിഡൻസോടെ ജോണി പറയുന്നുമുണ്ട്. അടുത്ത ദിവസം ഒരു വാർത്ത വന്നെത്തുകയാണ്. ഏജന്റ് 1 കൊല്ലപ്പെട്ടു എന്ന വാർത്തയായിരുന്നു അത്. അതും ഒരു സബ്മറൈൻ ആക്സിഡന്റിൽ. സംഭവം എന്തെന്നാൽ ജോണി കൊടുത്ത വിവരങ്ങൾ കൂടുതലും തെറ്റായിരുന്നു. മനഃപൂർവ്വമല്ലെങ്കിലും മണ്ടത്തരം പ്രവർത്തിച്ച ജോണി ഏജന്റ് 1ന്റെ ജീവൻ എടുത്തു. അധികം വൈകാതെ ഏജന്റ് 1ന്റെ ഫ്യൂണറൽ ചടങ്ങുകൾ സംഘടിപ്പിക്കപ്പെട്ടു. രാജ്യത്തെ മിക്ക ഏജന്റ്സും അങ്ങോട്ടേക്ക് ചടങ്ങിനായി വന്നെത്തിയിരുന്നു. ജോണിക്കായിരുന്നു ഏജന്റ്സ് അറ്റാക്ക് ചെയ്യപ്പെടുന്നതിൽ നിന്ന് തടയുവാനുള്ള ടാസ്ക് നൽകപ്പെട്ടത്. ജോണിയും സെക്രട്ടറി ബവ്വും ചുറ്റുപാടും നിരീക്ഷിക്കാൻ തുടങ്ങി. പക്ഷേ എന്നിരുന്നാലും അവരുടെ പോലും കണ്ണുവെട്ടിച്ച് 2 കടന്നുകയറ്റക്കാർ ബുദ്ധിപരമായി ആയിടത്തേക്ക് കടന്നുകയറിയിരുന്നു. എന്തിനേറെ പറയുന്നു, ഏജന്റ്സ് കൂടി നിന്നെടുത്ത് അവരൊരു സ്ഫോടനവും നടത്തി. ആ സ്ഫോടനത്തിൽ രാജ്യത്തെ ഏറ്റവും മികച്ച ഏജന്റ്സിൽ ഭൂരിഭാഗവും കൊല്ലപ്പെട്ടിരുന്നു. പിന്നാലെ MI7ന്റെ ഹെഡായ പെഗാസസ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയാൽ വിളിപ്പിക്കപ്പെടുകയാണ്. ഏജന്റ് 1ന്റെ സീക്രട്ട് മിഷൻ പൂർത്തീകരിക്കാൻ എത്രയും വേഗം മറ്റൊരു ഏജന്റിനെ അസൈൻ ചെയ്യാൻ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി പെഗാസസിന് നിർദ്ദേശം കൊടുത്തു. പക്ഷെ നിലവിലിപ്പോൾ കഴിവുറ്റ ഒറ്റ ഏജൻസ് ജീവനോടെയില്ല. അതോടെ മറ്റു വഴികളില്ലാതെ ജോണി ഇംഗ്ലീഷിനെ ഏജന്റ് 1ന്റെ സീക്രട്ട് മിഷൻ തുടർന്നന്വേഷിക്കാൻ ഏൽപ്പിക്കാൻ പെഗാസസ് തീരുമാനിച്ചു. പ്രൊമോഷൻ കിട്ടിയതോടെ ഏജന്റ് 1നെ പോലെ സ്റ്റൈലിൽ ജോണി ഇംഗ്ലീഷ് MI7 ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് എത്തി. ന്യൂലി അപ്പോയിന്റഡ് ഏജന്റായി എഗ്രിമെന്റ് സൈൻ ചെയ്യാനും ഒരുങ്ങി. ഈ സമയം അവിടെ ഇരുന്നൊരു മെറ്റൽ പേന കണ്ട് ഇഷ്ടപ്പെട്ട ജോണി അതെടുത്തത് എന്തെന്നറിയാതെ 2 തവണ ക്ലിക്ക് ചെയ്യുകയാണ്. പക്ഷെ അത് ചെയ്തതും അവിടുണ്ടായിരുന്ന പെഗാസസിലെ സെക്രട്ടറി നോക്കൌട്ട് ചെയ്യപ്പെട്ട പോലെ താഴെ വീണിരുന്നു. പതിയെ ജോണി അവിടെ നിന്ന് ആരും കാണാതെ പുറത്തു കടന്നു. പിന്നാലെ പെഗാസസിനെ മീറ്റ് ചെയ്തു. പെഗാസസ് മിഷനെ പറ്റിയുള്ള വിവരങ്ങൾ ജോണിയോട് വിശദീകരിക്കാൻ ആരംഭിച്ചു. പക്ഷേ ജോണിയുടെ മനസ്സ് മുഴുവൻ മുറിയിൽ വീണുകിടന്ന സെക്രട്ടറിയുടെ മേലായിരുന്നു. പെഗാസസ് ജോണിയോട് ജോണിക്ക് തന്നിരിക്കുന്ന മിഷനിൽ പൂർണ്ണ ശ്രദ്ധ വേണമെന്നും സിൻസിയറിറ്റിയോടെയും കെയർഫുള്ളായും അതൊക്കെ ഡീല് ചെയ്യണം എന്നും പറഞ്ഞുകൊണ്ടിരിക്കെ ജോണിയാണെങ്കിൽ അതൊന്നും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല. ജോണിയുടെ ശ്രദ്ധ മുഴുവൻ അടുത്ത റൂമിൽ നിന്ന് മെഡിക്കൽ ഹെൽപ്പിനായി കൊണ്ടുപോകപ്പെടുന്ന സെക്രട്ടറിയുടെ മേലെയായിരുന്നു. കാര്യങ്ങൾ വിശദീകരിക്കുകയായിരുന്ന പെഗാസസ് പറഞ്ഞു, രാജകിരീടത്തിന്റെയും മറ്റാഭരണങ്ങളുടെയും റീസ്റ്റോറേഷനും മറ്റും സ്പോൺസർ ചെയ്തിരിക്കുന്നത് മോസ്റ്റ് സക്സസ്ഫുൾ ബില്യണറായ ഫ്രാൻസിൽ നിന്നുള്ള ഒരു വ്യക്തിയാണ്. പാസ്കൽ സോവേജ് എന്നാണ് അയാളുടെ പേര്. പൊതുജനങ്ങൾക്ക് ദർശനത്തിനായി ക്രൗൺ അടക്കമുള്ള ജുവലറി മുഴുവൻ റീസ്റ്റോർ ചെയ്യപ്പെടുന്നിടത്തിന്റെ സെക്യൂരിറ്റി പരിശോധിക്കലും അവിടുത്തെ സെക്യൂരിറ്റിയിലുള്ള വീഴ്ചകൾ ചൂണ്ടിക്കാണിക്കലും കിരീടം പൂർണ്ണ രീതിയിൽ സംരക്ഷിക്കലുമാണ് ജോണി ഇംഗ്ലീഷിന്റെ ഉത്തരവാദിത്തമായിട്ടുള്ളത്. കാരണം കിരീടം അടക്കമുള്ള ആഭരണങ്ങൾ അടുത്ത ദിവസം മോഷ്ടിക്കപ്പെടും എന്നൊരു ഇന്റലിജൻസ് റിപ്പോർട്ടുണ്ട്. കഥ അവിടെ നിന്നും ലണ്ടൻ ടവറിലേക്ക് നീങ്ങുന്നു. ലണ്ടൻ ടവറിലായിരുന്നു ജുവലറി റെസ്റ്റോറേഷൻ നടക്കുന്നത്. ജോണി വൈകാതെ ടവറിലെത്തി. കോട്ടും സ്യൂട്ടും ഒക്കെ ധരിച്ചെത്തിയ ജോണി അവിടുത്തെ ഗാർഡുകളോട് സംസാരിച്ചും മറ്റും അവിടുത്തെ സെക്യൂരിറ്റി സംവിധാനങ്ങൾ നിരീക്ഷിക്കാൻ ആരംഭിച്ചു. ആ സമയം അവിടെ വെച്ച് വളരെ സുന്ദരിയായ ലോർണ ക്യാമ്പൽ എന്നു പേരുള്ള ഒരു ലേഡിയെ ജോണി പരിചയപ്പെടുന്നുണ്ട്. സന്തോഷത്തോടെ ജോണി അവരോട് സംസാരിക്കാൻ ചെന്നു. ആ സമയമായിരുന്നു അങ്ങോട്ടേക്ക് ബില്യനെയർ സൊവാജ് കടന്നു വന്നത്. ആ റീസ്റ്റോറേഷൻ സെറമണിയും മറ്റും സ്പോൺസർ ചെയ്തിരിക്കുന്ന ബില്യനെയർ. പക്ഷേ സൊവാജിന്റെ വേഷവിധാനവും മറ്റും കണ്ട ജോണി സൊവാജ് അവിടുത്തെ വെയിറ്ററാണ് എന്ന് തെറ്റിദ്ധരിക്കുന്നുണ്ട്. സൊവാജിനെ തിരിച്ചറിയാതെ വെയിറ്ററോട് എന്ന പോലെ ജോണി അയാളോട് ഇടപെട്ടു. അധികം വൈകാതെ റെസ്റ്റോറേഷൻ സെറമണി ആരംഭിക്കാൻ പോവുകയായിരുന്നു. പെട്ടെന്നായിരുന്നു അവിടുത്തെ കറണ്ട് മുഴുവനായും പോയത്. മൊത്തത്തിൽ ഇരുട്ട് നിറഞ്ഞു. എല്ലാവരും പലതരത്തിൽ പാനിക്കായി ഓടിമാറുന്നുണ്ടായിരുന്നു. ആ സമയം അബദ്ധത്തിൽ ജോണിയാകട്ടെ റോയൽ സെക്യൂരിറ്റി ഗാർഡിന്റെ ഹെഡിനെ ഒരു വൈൻ ബോട്ടിൽ വെച്ച് അടിച്ചു വീഴ്ത്തുക പോലും ഉണ്ടായി. പിന്നാലെ കറണ്ട് തിരികെ വന്നിരുന്നു. ജോണിയാണ് അടിച്ചു വീഴ്ത്തിയത് എന്നേറെക്കുറെ വ്യക്തമാകുന്ന ഘട്ടം. തന്റെ മിസ്റ്റേക്ക് കവറപ്പ് ചെയ്യാൻ ജോണി ശ്രമിച്ചു. ഏതോ കടന്നുകയറ്റക്കാരൻ ഇവിടെ നിന്നപ്പുറത്തേക്ക് പോകുന്നു കണ്ടു എന്ന് പറഞ്ഞ ജോണി ആരും പോവാത്ത വഴിയിലൂടെ ഒരു മുറിയുടെ ഭാഗത്തേക്ക് കടന്നു. ഒരു സസ്പെക്ട് ഓടി രക്ഷപ്പെടുന്ന പോലെ അഭിനയിച്ച ജോണി അകത്തേക്ക് കടന്നു ചെന്ന് അയാളുമായി ഇടിയുണ്ടാക്കുന്ന പോലെ ശബ്ദമുണ്ടാക്കി പുറത്തുള്ളവരെ വിശ്വസിപ്പിച്ചു. ഒടുവിൽ അയാൾ രക്ഷപ്പെട്ടുപോയി എന്നൊരു കഥയും പുറത്തുവന്ന് പറഞ്ഞു. പിന്നാലെ റീസ്റ്റോറേഷൻ സെറമണി തുടരാം എന്നൊരു ഘട്ടത്തിലേക്ക് എത്തി. ജോണി തന്നെയായിരുന്നു കിരീടവും മറ്റു ജൂവലറികളും
ഒന്നിനും ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞ് അൺവെയിൽ ചെയ്തത്. പക്ഷേ ഏവരും ഞെട്ടലോടെ അത് നോക്കിക്കണ്ടു. കിരീടവും ആഭരണങ്ങളും മോഷണം പോയി കഴിഞ്ഞിരുന്നു. അടുത്ത ദിവസം പെഗാസസ് ജോണിയെ വിളിച്ചു വരുത്തി കണക്കിന് ശകാരിച്ചു. അത്തരമൊരു സുരക്ഷാ ഡ്യൂട്ടി വരെ ജോണിക്ക് കൃത്യമായി ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്ന് വിമർശിച്ച പെഗാസസ് എത്രയും വേഗം ആഭരണങ്ങൾ മോഷ്ടിച്ചവരെ പിടികൂടുവാൻ ആവശ്യപ്പെട്ടു. പിന്നാലെ അങ്ങോട്ടേക്ക് ഒരു സ്കെച്ച് ആർട്ടിസ്റ്റ് വന്നിരുന്നു. ജോണി തലേ ദിവസം ഒരാൾ കടന്നുകയറി രക്ഷപ്പെട്ടു പോകുന്ന കണ്ടു എന്ന് കള്ളം പറഞ്ഞിരുന്നല്ലോ. ആ സസ്പെക്ടിന്റെ രേഖാചിത്രം വരയ്ക്കാൻ വിശദാംശങ്ങൾ മുഴുവൻ സ്കെച്ച് ആർട്ടിസ്റ്റ് ജോണിയോട് ചോദിക്കാൻ ആരംഭിച്ചു. അത്തരത്തിൽ ഒരാളെയില്ലല്ലോ. ജോണി തനിക്ക് തോന്നിയ പോലെ സ്കെച്ച് ആർട്ടിസ്റ്റിനോട് വിവരങ്ങൾ വിശദീകരിക്കാൻ തുടങ്ങി. ഒടുവിൽ സ്കെച്ച് ആർട്ടിസ്റ്റ് വരച്ചു തീർത്തപ്പോഴോ വളരെ വിചിത്രമായ ഒരാളുടെ ചിത്രമായി അത് മാറിയിരുന്നു. അടുത്ത ദിവസം തന്നെ ജോണി തന്റെ അസിസ്റ്റന്റ് ബൗവിനൊപ്പം ടവറിലേക്ക് എത്തി. എങ്ങനെയാണ് മോഷണം പോയത്, എന്താണ് സംഭവിച്ചിട്ടുണ്ടാവുക എന്നൊക്കെ അന്വേഷണം ആരംഭിച്ചു. അങ്ങോട്ടേക്ക് കടന്നുവന്ന ജോണി മോഷ്ടാക്കൾ ഉപയോഗിച്ചിരിക്കുന്നത് തുരന്നുവന്ന് മോഷ്ടിക്കലാണ് എന്ന കാര്യം മനസ്സിലാക്കാതെ ബാക്കിയുള്ള ഭാഗത്തേക്കൊക്കെ നോക്കി എങ്ങനെയാണ് മോഷ്ടാക്കൾ മോഷ്ടിച്ചിരിക്കുക എന്ന് തന്റെ ബുദ്ധിവൈഭവം ഉപയോഗിക്കുന്ന പോലെ ഒരു തിയറികളങ്ങ് തട്ടാൻ തുടങ്ങി. പിന്നാലെയായിരുന്നു മോഷണത്തിന് മോഷ്ടാക്കൾ രൂപപ്പെടുത്തിയ തുരങ്കം ജോണി കാണുന്നത്. ജോണിയും ബൗവും ആ തുരങ്കത്തിലേക്ക് ചാടി മറുവശത്തേക്ക് എത്താൻ ശ്രമിച്ചു. തുരങ്കം വഴി മുന്നോട്ട് നീങ്ങിയവർ മറുവശത്ത് എത്തിച്ചേർന്നു. അവരുടെ പ്രതീക്ഷ തെറ്റിയിരുന്നില്ല. കിരീടം മോഷ്ടിച്ച് കടന്നുകളഞ്ഞ മോഷ്ടാക്കളായ ജർമ്മൻകാർ ഡിയറ്ററും ക്ലോസും കിരീടം അടക്കമുള്ള ആഭരണങ്ങൾ ഒരു ശവപ്പെട്ടിയിലേക്ക് ഒളിപ്പിക്കാൻ ശ്രമിക്കുകയായിരുന്നു. ജോണിയും ബൗവും തന്റെ കൺമുമ്പിൽ ആ കാഴ്ച കണ്ടു. അവർക്കെതിരെ തോക്ക് ചൂണ്ടി ജോണി അവരെ ബന്ദിയാക്കി നിർത്താൻ ശ്രമിച്ചു. ബൗവും കൂടെ ചേർന്നിരുന്നു. പക്ഷേ അബദ്ധത്തിൽ ട്രിഗർ അമർത്തുന്നതിന് പകരം ജോണി അമർത്തിയത് ബുള്ളറ്റ് താഴെ വീഴുന്ന ബട്ടനായിരുന്നു. അതോടെ തോക്കിൽ നിന്ന് ബുള്ളറ്റ് ഭാഗം താഴെ വീണു. കിട്ടിയ അവസരം മുതലെടുത്ത് മോഷ്ടാക്കൾ അവിടെ ഒരു സ്മോക്ക് ബോംബുമിട്ട് കിരീടവും മറ്റുമായി കടന്നു കളയുകയാണ്. ജോണിയും ബൗവും പുറത്തേക്ക് ഓടിയെത്തി കാറെടുത്ത് അവരെ ഫോളോ ചെയ്യാൻ ശ്രമിച്ചു. പക്ഷേ അവർ കണ്ടത് നോ പാർക്കിങ്ങിൽ പാർക്ക് ചെയ്തതിന്റെ പേരിൽ പോലീസ് അവരുടെ കാർ പിടിച്ചെടുക്കുന്നതായിരുന്നു. ജോണിക്കും ബൗവിനും മറ്റു വഴിയുണ്ടായിരുന്നില്ല. ടൗട്ടക്ക് തന്നെ ഓടിച്ച് ജോണി മോഷ്ടാക്കളെ ഫോളോ ചെയ്യാൻ ആരംഭിച്ചു. ചെറിയൊരു ചേസ് തന്നെ നടന്നു. ഇതിനിടയിൽ മോഷ്ടാക്കൾ വിദഗ്ധമായി മാറിപ്പോയിരുന്നു. ജോണിയൊടുവിൽ ഒരു തിയറിയിലേക്ക് എത്തി. ശവപ്പെട്ടിയിലായിരുന്നല്ലോ കിരീടവും മറ്റും ഒളിപ്പിച്ച് മോഷ്ടാക്കൾ കൊണ്ടുപോവാൻ ശ്രമിച്ചത്. അവർ മിക്കവാറും ഏതെങ്കിലും സെമിത്തേരിയിൽ ഇത് കുഴിച്ചിടാനായിരിക്കും ശ്രമിക്കുക. അത്തരത്തിൽ ചിന്തിച്ച ജോണി യഥാർത്ഥ ഫ്യൂണറൽ ചടങ്ങുകൾ നടക്കുന്ന ഒരു സെമിത്തേരിയിലേക്ക് കടന്നു ചെന്നു. അവിടെ അച്ഛനും കുടുംബാംഗങ്ങളും ഫ്യൂണറൽ ചടങ്ങിൽ പങ്കെടുക്കുകയായിരുന്നു. അങ്ങോട്ടേക്ക് കടന്നു ചെന്ന ജോണി അവർക്കൊക്കെ എത്തരത്തിലാണ് മോഷണത്തിൽ പങ്കുള്ളത് എന്ന മട്ടിൽ ചോദ്യം ചെയ്യാനും മറ്റും തുടങ്ങി. അത് തിരിച്ചടിച്ചതോടെ ജോണിയാകെ പെട്ടുപോയിരുന്നു. ഭാഗ്യത്തിന് ബൗ ജോണിയുടെ രക്ഷയ്ക്കെത്തി. താനൊരു മാനസിക രോഗാശുപത്രിയിലെ ഡോക്ടറാണെന്ന് പറഞ്ഞ ബൗ ജോണി അവിടെ നിന്ന് ചാടിപ്പോന്ന വ്യക്തിയാണ് എന്ന് പറഞ്ഞ് അവരോടൊക്കെ ക്ഷമ ചോദിച്ച് ജോണിയെ കൂട്ടിക്കൊണ്ടുപോന്നു. ഇതേസമയം മോഷ്ടാക്കളായ ഡീറ്ററും ക്ലോസും സൊവാജിന്റെ ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് വന്നെത്തിയിരുന്നു. കിരീടവും ആഭരണങ്ങളും മറ്റും സൊവാജിന് അവർ കൈമാറി. ആ ഒരു നിമിഷത്തിലാണ് ബില്യനെയർ സൊവാജാണ് ഇതിന് പിന്നിൽ നിന്ന് പ്രവർത്തിച്ചിരിക്കുന്നത് എന്ന കാര്യം വ്യക്തമാകുന്നത്. സൊവാജ് യാഥാർത്ഥ്യത്തിൽ ചാൾസ് എഡ്വാർഡ് സ്റ്റുവാർട്ടിന്റെ ഒരു ഡിസെൻഡന്റ് ആയിരുന്നു. വഴിയിലെവിടെയോ അവരുടെ പാരമ്പര്യത്തിൽ കിരീടം നഷ്ടപ്പെട്ടതാണ്. നിലവിൽ ഇത്തരത്തിൽ കിരീടം മോഷ്ടിച്ച് ചില ഊടായ്പകളൊക്കെ ചെയ്ത് ഇംഗ്ലണ്ടിന്റെ രാജാവാനാണ് സൊവാജ് ശ്രമിക്കുന്നത്. താനായിരിക്കും ഇതിനു പിന്നിൽ എന്ന് ജോണിക്ക് ഇതിനോടകം പിടികിട്ടിയിരിക്കും എന്ന് സൊവാജ് ഊഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ജോണിയെ വകവരുത്താൻ സൊവാജ് തന്റെ ആളുകളോട് ഉത്തരവിട്ടു. ഇതേസമയം മറുവശത്ത് ജോണിയും ബൗവും MI7 ഹെഡ്ക്വാർട്ടേഴ്സിലെത്തിയിരുന്നു. ഹെഡായ പെഗാസസിനെ കണ്ട് സൊവാജിനെയാണ് മോഷണത്തിന് പിന്നിൽ നിന്ന് പ്രവർത്തിച്ചത് എന്നതിൽ ഞങ്ങൾക്ക് സംശയം എന്ന മട്ടിൽ പെഗാസസിനോട് പറഞ്ഞു. തുരങ്കം കണ്ടെത്തിയിരുന്നവർ ആയിടത്തിന്റെ ചുമതലയും റീസ്റ്റോറേഷൻ ഉത്തരവാദിത്തവും ഉണ്ടായിരുന്ന സൊവാജ് അതിൽ പങ്കാളിയായിരിക്കാം എന്ന തരത്തിലേക്ക് ഊഹിച്ചെത്തുകയായിരുന്നു. പക്ഷേ ജോണിയുടെ ആരോപണം വിശ്വസിക്കാൻ പെഗാസസ് ഒരുക്കമായിരുന്നില്ല. കാരണം ഏറെ സെക്യൂറായ ആ റെസ്റ്റോറേഷൻ പ്ലേസ് തയ്യാറാക്കിയതും വിട്ടുകൊടുത്തതും പെഗാസസ് ആയിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ സൊവാജിനെ ഇൻവെസ്റ്റിഗേഷനിൽ നിന്ന് മാറ്റി നിർത്താനും തുടരന്വേഷണം നടത്താനും പെഗാസസ് ആവശ്യപ്പെട്ടു. സൊവാജിന് അത്തരത്തിൽ ഒരു മോഷണമൊന്നും നടത്തേണ്ട കാര്യമില്ല, അയാൾ ബില്യനറല്ലേ എന്നായിരുന്നു പെഗാസസിന്റെ വാദമൊക്കെ. പെഗാസസ് അത്തരത്തിലൊക്കെ പറഞ്ഞെങ്കിലും ജോണി തന്റെ സംശയവുമായി മുമ്പോട്ടു പോവാൻ തന്നെ തീരുമാനിച്ചിരുന്നു. ബൗവിനൊപ്പം കൂടുതൽ തെളിവുകൾ ശേഖരിക്കാൻ സൊവാജിന്റെ ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് കടന്നുകയറാൻ ജോണി പദ്ധതിയിട്ടു. അവരിരുവരും പുറത്തെത്തുമ്പോ ക്ലോസും പാർട്ണറും ചേർന്ന് അവരെ അറ്റാക്ക് ചെയ്തിരുന്നു. എന്നിരുന്നാലും ഏറെ ഭാഗ്യമെന്ന രീതിയിൽ അവർക്കിരുവർക്കും രക്ഷപ്പെടാൻ സാധിച്ചു. സാരമായ പരിക്കുകളും ഇരുവർക്കും ഏറ്റിരുന്നുമില്ല. യാത്ര ചെയ്തവർ മുമ്പോട്ടു പോകുമ്പോഴാണ് ജോണി ഒരു ബൈക്ക് ശ്രദ്ധിക്കുന്നത്. നേരത്തെ കള്ളന്മാരുടെ പിന്നാലെ ജോണിയും ബൗവും ഒരു ചേസ് നടത്തിയിരുന്നല്ലോ. അന്ന് ആ കള്ളന്മാരെ ചേസ് ചെയ്യാൻ ഇതേ ബൈക്കിൽ മറ്റാരോ കൂടി ഉണ്ടായിരുന്നു. അതാരായിരിക്കും എന്നറിയുവാൻ ബൈക്ക് പാർക്ക് ചെയ്തിരുന്ന റെസ്റ്റോറന്റിനകത്തേക്ക്
ജോണി കയറി ചെന്നു. അകത്തെത്തിയ ജോണിക്ക് അത്തരത്തിലാരെയും കാണാൻ സാധിക്കുന്നില്ല. പക്ഷേ മുമ്പ് പരിചയപ്പെട്ടിരുന്ന ലോർണ എന്ന ലേഡിയെ ജോണി അവിടെ വെച്ച് കണ്ടു. ലോർണ ജോണിക്ക് വേണ്ടി സൂഷി ഓർഡർ ചെയ്തു. അതെങ്ങനെ കഴിക്കണം എന്നതവന് പറഞ്ഞുകൊടുത്ത് പ്രാക്ടീസ് ചെയ്യാൻ അനുവദിച്ച് ജോണിയുടെ ശ്രദ്ധ തിരിച്ച് ലോർണ പുറത്തു കടക്കുകയാണ്. അന്ന് രാത്രിയിൽ വിമാനത്തിൽ നിന്ന് പാരച്യൂട്ട് വെച്ച് ചാടി സൊവാജിന്റെ ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് കടക്കുവാൻ ജോണിയും ബൗവും പദ്ധതിയിട്ടിരുന്നു. ബൗ ജോണിയോട് പ്ലാനുകൾ വിശദീകരിക്കാൻ തുടങ്ങി. പക്ഷേ അതൊന്നും കേൾക്കാൻ ജോണി ഒരുക്കമായിരുന്നില്ല. അവിടെ ഐഡന്റിറ്റിക്കൽ ബിൽഡിംഗ് ആണ് ഉള്ളതെന്നും രണ്ടിലൊന്നാണ് സൊവേജിന്റേത്, ശ്രദ്ധിക്കണം എന്നൊക്കെ ബൗ വിശദീകരിക്കാൻ തുടങ്ങിയപ്പോ തനിക്ക് വിശദീകരണത്തിന്റെ ഒന്നും ആവശ്യമില്ല, താൻ കൃത്യമായി ചെയ്യും എന്ന തരത്തിലൊക്കെ ജോണി പൊങ്ങച്ചെന്നടിച്ചു. വൈകാതെ അവർ വിമാനത്തിൽ നിന്ന് എടുത്തു ചാടി. പാരച്യൂട്ട് നിവർത്തി ബൗ കൃത്യമായി സൊവേജിന്റെ ബിൽഡിങ്ങിന് മുകളിൽ വന്നിറങ്ങി. പക്ഷേ ജോണിയാകട്ടെ സൊവേജിങ്ങിന്റെ ബിൽഡിംഗ് പോലെ തന്നെയുള്ള തൊട്ടടുത്ത ആശുപത്രി ബിൽഡിങ്ങിലായിരുന്നു വന്നിറങ്ങിയത്. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ജോണിക്ക് തന്റെ പ്രവൃത്തിയിലെ അബദ്ധം മനസ്സിലാവുന്നത്. അതോടെ ജോണി പുറത്തു കടന്ന് വീണ്ടും ബൗവിനടുത്ത് സൊവേജിന്റെ ബിൽഡിംഗിലേക്ക് കടക്കാൻ ജോയിൻ ചെയ്തു. പിന്നീടുള്ള നിരീക്ഷണത്തിൽ ചാൾസ് എഡ്വേർഡ് സ്റ്റുവാർട്ടിന്റെ പരമ്പരയിൽ വരുന്ന വ്യക്തിയായിരുന്നു സൊവാജ്. ഇംഗ്ലണ്ടിന്റെ ആർച്ച് ബിഷപ്പായി വേഷം മാറി ആർച്ച് ബിഷപ്പിനെ ഉപയോഗിച്ച് കിരീടധാരണം നടത്തി പുതിയ രാജാവാൻ അയാൾ പദ്ധതിയിടുകയായിരുന്നു. പരിശോധനയ്ക്കിടയിൽ ജോണിയും ബൗവും അവിടുത്തെ ഒരു മുറിയിൽ കയറി അവിടെ ഒരു വീഡിയോ പ്ലേ ചെയ്യിപ്പിക്കുന്നുണ്ടായിരുന്നു. കുറുക്കുവഴിയിലൂടെ അവിടുത്തെ രാജാവായി മാറിയ ശേഷം ആ രാജ്യമൊട്ടുക്കും പ്രതികാര രൂപേണ നശിപ്പിക്കലായിരുന്നു സൊവാജിന്റെ പദ്ധതി. പിന്നാലെ ഡീറ്റർ ആ മുറിയിലേക്ക് കടന്നു വന്നു. ജോണി മറഞ്ഞു നിന്നിരുന്നു. ഒരു ഘട്ടത്തിൽ ഡീറ്ററെ ബന്ദിയാക്കാൻ ജോണിക്ക് കഴിഞ്ഞു. തന്റെ പക്കലുള്ള മസിൽ റിലാക്സിംഗ് സെറം ജോണി അയാളുടെ ദേഹത്തേക്ക് കുത്തിവെച്ചു. പക്ഷേ അബദ്ധത്തിൽ ജോണി അതേ സെറം തന്റെ ശരീരത്തിലേക്കും കുത്തിവെച്ചിരുന്നു. അതോടെ ജോണിക്ക് മര്യാദക്ക് സംസാരിക്കാനോ തന്റെ ശരീരം കൺട്രോൾ ചെയ്യാനോ സാധിക്കാതായി. ബൗ അപ്പോഴേക്കും ജോണിയെ കണ്ടിരുന്നു. ജോണി അങ്ങനെ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കെ രണ്ടാളുകൾ ആ മുറിയിലേക്ക് കടന്നു വന്നു. ജോണിക്കും ബൗവിനുമെതിരെ തോക്ക് ചൂണ്ടി അവരെ ബന്ദികളാക്കി. ഭാഗ്യവശാൽ ലോർണ കാമ്പൽ അങ്ങോട്ടേക്ക് എത്തിച്ചേരുകയാണ്. ബന്ദികളാക്കി നിർത്തിയിരുന്ന സൊവാജിന്റെ ആ രണ്ട് ഉദ്യോഗസ്ഥരെയും അടിച്ചിട്ട ലോർണ ജോണിയെയും ബൗവിനെയും സുരക്ഷിതരാക്കി. ആ സമയമാണ് വ്യക്തമാകുന്നത് ലോർണ യാഥാർത്ഥ്യത്തിൽ ഒരു ഇന്റർപോൾ ഓഫീസറാണെന്ന്. മാസങ്ങളായി സൊവാജിന്റെ പ്രവൃത്തികൾക്ക് പിന്നിലായിരുന്നു ലോർണ ഉണ്ടായിരുന്നത്. അതേ ബിൽഡിംഗിന്റെ താഴ്ഭാഗത്ത് സൊവാജ് ഒരു പാർട്ടി സംഘടിപ്പിച്ചിരുന്നു. അതിൽ പങ്കെടുക്കാൻ പെഗാസസും എത്തുന്നുണ്ട്. എത്രയും വേഗം തങ്ങൾ കണ്ടെത്തിയ കാര്യങ്ങൾ പെഗാസസിനെ അറിയിക്കണം എന്ന് ജോണി പറഞ്ഞു. വേഷം മാറി ബൗവിനും ലോർണയ്ക്കുമൊപ്പം താഴെ പാർട്ടി നടക്കുന്നിടത്തേക്ക് ജോണിയും കടന്നു ചെല്ലുകയാണ്. മസിൽ റിലക്റ്റൻസ് സെറം ഇഞ്ചക്ട് ചെയ്തതുകൊണ്ട് വളരെ വിചിത്രമായി പാർട്ടിയിൽ ജോണി പലവരും പെരുമാറുന്നുണ്ട്. പെഗാസസിനെ അപ്രോച്ച് ചെയ്ത് തങ്ങൾ കണ്ട കാര്യങ്ങൾ അറിയിക്കാൻ ബൗവും ജോണിയും ശ്രമിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അതിനു മുമ്പേ സൊവാജ് പെഗാസസിനടുത്തെത്തി പെഗാസസിനോട് സംസാരിച്ചു. ജോണിയും ബൗവും അനുവാദമില്ലാതെ തന്റെ ബിൽഡിംഗിൽ അതിക്രമിച്ചു കയറി എന്ന കാര്യം സോവേജ് കുറ്റപ്പെടുത്തൽ എന്ന പോലെ പെഗാസസിനെ റിപ്പോർട്ട് ചെയ്യുകയാണ്. തന്റെ സ്റ്റാഫുകളെയും അവർ വകവരുത്തി എന്നുള്ള കാര്യവും സോവേജ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മറ്റ് സത്യങ്ങളറിയാത്ത പെഗാസസ് സോവേജിന്റെ വാക്കുകൾ വിശ്വസിച്ചിരുന്നു. ജോണിക്കും ബൗവിനുമെതിരെ അയാൾ ആക്ഷൻ എടുത്തു. ജോണിയെ കേസിൽ നിന്ന് ഡിസ്മിസ് ചെയ്യുകയും 3 മാസത്തേക്ക് സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു. ജോണി ദുഃഖിതനായിരുന്നു. അവൻ തന്റെ വീട്ടിലേക്ക് തിരിച്ചു. ഒരു തെറ്റും ചെയ്യാതെ ജോണി അങ്ങനെ ശിക്ഷ ഏറ്റുവാങ്ങിയതിൽ ലോർണയ്ക്കും ജോണിയെ കണ്ട് സങ്കടം തോന്നി. തെറ്റായ ആർച്ച് ബിഷപ്പിനെ ഉപയോഗിച്ച് കിരീടധാരണം നടത്തുക എന്ന തന്റെ ലക്ഷ്യം ജോണി അറിഞ്ഞതുകൊണ്ട് ചിലപ്പോൾ നടപ്പിൽ വന്നേക്കില്ല എന്ന് സൊവാജ് കണക്കുകൂട്ടിയിരുന്നു. അയാൾ അതോടെ തന്റെ പദ്ധതികൾ മാറ്റി. തന്റെ ആളുകളെ ഇംഗ്ലണ്ടിന്റെ രാജ്ഞിയെ ഭീഷണിപ്പെടുത്താൻ സൊവാജ് പറഞ്ഞയച്ചു. ഇല്ലെങ്കിൽ രാജ്ഞിയുടെ പെറ്റുകളെ വകവരുത്തും എന്ന് ഭീഷണിപ്പെടുത്തി രാജ്ഞി സ്വമേധയാ സ്ഥാനമൊഴിയണമെന്നും തന്നെ അടുത്ത അനന്തരാവകാശിയായി പ്രഖ്യാപിക്കണം എന്നും സൊവാജ് ആവശ്യപ്പെട്ടിരുന്നു. തന്റെ വളർത്തുമൃഗത്തെ ഓർത്ത് ഭയപ്പെട്ട രാജ്ഞി സൊവാജിന്റെ ഭീഷണിക്ക് വഴങ്ങി എഗ്രിമെന്റിൽ ഒപ്പുവെക്കുകയാണ്. മറുവശത്ത് ലോർണയാകട്ടെ ജോണി ഇംഗ്ലീഷിനെ കാണാൻ ചെന്നിരുന്നു. ലോർണയാണ് ഇപ്പോൾ ഏജന്റ് 1ന്റെ സീക്രട്ട് മിഷൻ കൈകാര്യം ചെയ്യുന്നത്. സൊവാജിന്റെ ഫ്രഞ്ച് കാസിലേക്ക് തന്റെ കൂടെ വന്ന് കേസ് പരിഹരിക്കാൻ കൂടെ നിൽക്കാൻ ജോണിയോട് അവൾ ആവശ്യപ്പെട്ടു. സൊവാജ് ലോകത്തു നിന്നും മുഴുവനായും ഏറ്റവും മികച്ച 13 കുറ്റവാളികളെ വിളിച്ചു വരുത്തിയിട്ടുണ്ടെന്നും എന്തോ വലുത് സൊവാജ് പ്ലാൻ ചെയ്യുന്നുണ്ട് എന്നും അവൾ ജോണിയെ അറിയിച്ചു. അന്ന് രാത്രിയിൽ ലോർണയും ജോണിയും കൂടി സൊവാജിന്റെ ഫ്രഞ്ച് കാസിലേക്ക് സെക്യൂരിറ്റികളുടെ കണ്ണിൽപ്പെടാതെ കടന്നുകയറി. ഒരു അഴുക്കുചാലിലൂടെയായിരുന്നു ജോണി അകത്ത് കടന്നത്. ലോർണയാകട്ടെ ഒരു ലാഡർ ഉപയോഗിച്ചു ശരീരം അഴുക്കിൽ പൊതിഞ്ഞുകൊണ്ടായിരുന്നു ജോണി അകത്തെത്തിയത്. മണം കാരണം ലോർണയ്ക്ക് ജോണിയുടെ അടുത്ത് നിൽക്കാനേ കഷ്ടപ്പാടുണ്ടായിരുന്നു. വൈകാതെ ജോണിയും ലോർണയും തങ്ങളുടെ ദൗത്യവുമായി മുമ്പോട്ടു പോയി. അകത്തപ്പോൾ സൊവാജ് ലോകമൊട്ടുക്കുമുള്ള ഏറ്റവും ഫേമസ് ക്രിമിനൽസുമായി മീറ്റിംഗ് സംഘടിപ്പിക്കുകയായിരുന്നു. അവരുടെ സംസാരത്തിൽ നിന്നും സൊവാജ് ഇംഗ്ലണ്ടിനെ ലോകത്തിലെ തന്നെ
ഏറ്റവും വലിയ ജയിലാക്കി മാറ്റാനാണ് ഉദ്ദേശിക്കുന്നത് എന്ന കാര്യം മനസ്സിലാക്കി സൊവാജിന്റെ ദുഷ്ടത നിറഞ്ഞ പ്ലാനുകൾ കേട്ടതും ജോണിക്ക് ദേഷ്യം മാളിക്കത്തിയിരുന്നു. സൊവാജിനെ അറസ്റ്റ് ചെയ്യാൻ ജോണി തീരുമാനിച്ചു. ലോർണയോടും അതിനെപ്പറ്റി പറഞ്ഞു. പക്ഷേ ഈ സമയം അബദ്ധത്തിൽ അവിടുണ്ടായിരുന്ന ഒരു മൈക്രോഫോൺ ജോണി ആക്ടിവേറ്റ് ചെയ്തിരുന്നു. എങ്ങനെ സൊവാജിനെ കീഴ്പ്പെടുത്തണം എന്ന പദ്ധതി ജോണി വിശദീകരിച്ചത് മുഴുവൻ താഴെയിരുന്ന് സൊവാജ് കേൾക്കുന്നുപോലുമുണ്ട്. സൊവാജിനും സംഘത്തിനും മുമ്പിലേക്ക് ചാടി വീണ് സൊവാജിനെ അറസ്റ്റ് ചെയ്യാൻ ജോണി തോക്ക് ചൂണ്ടി നിന്നു. ഇതിനിടയിൽ സൊവാജിന്റെ ഈവിൽ പ്ലാൻസ് അടങ്ങിയ DVD കൈവശപ്പെടുത്താനും ജോണി ശ്രമിച്ചിരുന്നു. പക്ഷേ അബദ്ധത്തിൽ ആ DVD മാറിപ്പോവുകയും ഈവിൽ പ്ലാൻസ് അടങ്ങിയ DVDക്ക് പകരം മറ്റേതോ DVD എടുത്തായിരുന്നു ജോണി അവിടെ നിന്ന് പോന്നത്. പക്ഷേ ജോണി സൊവാജിനും സംഘത്തിനുമെതിരെ തോക്ക് ചൂണ്ടി നിന്നതും ജോണിയെ സൊവാജിന്റെ ആളുകൾ തോക്കിനാൽ വളഞ്ഞിരുന്നു. ലോർണയും പിടികൂടപ്പെട്ടു. പിന്നെ പറയണ്ടല്ലോ, രണ്ടുപേരെയും ബന്ധിപ്പിച്ച് തൽക്കാലത്തേക്കൊരു റൂമിലടയ്ക്കുകയായിരുന്നു സൊവാജ് ചെയ്തത്. അടുത്ത ദിവസം തന്റെ കിരീടധാരണത്തിന്റെ ദിവസമായി സൊവാജ് തിരഞ്ഞെടുത്തിരുന്നു. അതിനുവേണ്ട ചടങ്ങുകളിലേക്ക് സൊവാജ് എത്തി. ഇതേ സമയം സൊവാജിന്റെ ക്യാസിലേക്ക് ബൗ കടന്നുകയറിയിരുന്നു. ഒരു തരത്തിൽ ലോർണയെയും ജോണി ഇംഗ്ലീഷിനെയും ബൗ രക്ഷപ്പെടുത്തി. വൈകാതെ സൊവാജിന്റെ കിരീടധാരണം നടക്കുന്നിടത്തേക്ക് അവരെല്ലാവരും എത്തിച്ചേരുകയാണ്. കൃത്യസമയത്ത് ജോണിയും കിരീടധാരണം നടക്കുന്നിടത്തേക്ക് വന്നു ചേർന്നു. ബിഷപ്പിന്റെ രൂപത്തിലായിരുന്നു ജോണി അവിടെ വന്നു നിന്നത്. പിന്നാലെ വേദിയിലേക്ക് കയറിയ ജോണി സൊവാജിന്റെ യഥാർത്ഥ ഇന്റൻഷനെ പറ്റിയൊക്കെ അവിടുണ്ടായിരുന്നവരോട് വിശദീകരിച്ചു പറയാൻ തുടങ്ങി. ജോണിയുടെ ആരോപണങ്ങളെ സൊവാജ് തള്ളിക്കളയുന്നുണ്ട്. ഇതേസമയം മറിഞ്ഞിരുന്ന ക്ലോസ് ജോണിയെ വെടിവെച്ച് വീഴ്ത്താൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ലോർണ അവനെ അടിച്ചു വീഴ്ത്തി. സൊവാജിനെതിരെയുള്ള ആരോപണം തെളിയിക്കാൻ തന്റെ പക്കലുള്ള DVD പ്ലേ ചെയ്യാൻ ജോണി നിർബന്ധിതനായി. പക്ഷേ ഈവിൾ പ്ലാൻസ് അടങ്ങിയ DVDക്ക് പകരം ജോണിയുടെ പക്കലുണ്ടായിരുന്നത് മറ്റൊരു DVD ആയിരുന്നല്ലോ. അത് പ്ലേ ചെയ്തതും ജോണി നാണം കെട്ടു. അതിലുണ്ടായിരുന്ന വീഡിയോ ജോണി തന്നെ തന്റെ അടിവസ്ത്രമൊക്കെ ധരിച്ച് പാട്ടുപാടി റെക്കോർഡ് ചെയ്തെടുത്ത ഒന്നായിരുന്നു. അതോടെ ജോണി വേഗത്തിൽ അവിടെ നിന്ന് ഓടിമാറുകയാണ്. കിരീടധാരണ ചടങ്ങുകൾ തുടരാൻ ആരംഭിച്ചു. ആർച്ച് ബിഷപ്പ് കിരീടം സൊവേജിനെ അണിയിക്കാൻ ഒരുങ്ങുകയായിരുന്നു. പക്ഷെ ഒരു കയറിലെന്ന പോലെ തൂങ്ങി ആടി വന്ന ജോണി ആർച്ച് ബിഷപ്പിന്റെ കയ്യിൽ നിന്ന് കിരീടം തട്ടിപ്പറിച്ചെടുത്തു. അത് കണ്ടതും രോഷത്തിലായ സൊവാജ് പുറത്തേക്ക് ഇറങ്ങി വന്ന് ജോണിയെ ലക്ഷ്യമാക്കി വെടിയുതിർക്കാൻ ആരംഭിച്ചു. അതോടെ മറ്റു വഴികളില്ലാതെ ജോണി കിരീടം താഴേക്കിടുകയാണ്. പിന്നാലെ സൊവാജ് വീണ്ടും സിംഹാസനത്തിൽ വന്നിരുന്നു. ആർച്ച് ബിഷപ്പ് വീണ്ടും കിരീടധാരണത്തിനൊരുങ്ങി. ഈ സമയം തൂങ്ങിക്കിടക്കുകയായിരുന്ന ജോണി താഴേക്ക് വീഴുകയാണ്. സൊവേജ് ഇരുന്ന ഭാഗത്ത് വീണ ജോണി സൊവേജിനെ തട്ടിമാറ്റി സിംഹാസനത്തിൽ ഇരിപ്പുറപ്പിച്ചിരുന്നു. ആർച്ച് ബിഷപ്പ് കിരീടമണിയിച്ചത് നേരെ ജോണിയായിരുന്നു. കിരീടധാരണം നടന്നതോടെ നിയമപ്രകാരം തന്നെ ജോണി ഇംഗ്ലണ്ടിലെ രാജാവായി മാറി. ഉടനടി ജോണി സൊവാജിനെ അറസ്റ്റ് ചെയ്യാൻ രാജാവിന്റെ അധികാരം ഉപയോഗിച്ച് ഉത്തരവിട്ടു. സൊവാജ് അതോടെ പിടികൂടപ്പെട്ടിരുന്നു. വൈകാതെ രാജാവെന്ന രീതിയിലുള്ള തന്റെ സ്ഥാനം ജോണി സ്വമേധയാ ഒഴിഞ്ഞു. രാജ്ഞിക്ക് തന്നെ സ്ഥാനം തിരികെ നൽകി. രാജ്ഞിയിൽ നിന്ന് രാജ്യത്തെ ഏറ്റവും വലിയ ആദരവായ നെയ്റ്റ്ഹുഡായിരുന്നു ജോണിക്ക് അതിന് പകരമായി റിവാർഡായി ലഭിച്ചത്. രാജ്യദ്രോഹ കുറ്റത്തിന് സൊവാജ് വിചാരണക്ക് വിധേയനാക്കപ്പെട്ടു. ജോണിയും ലോർണ ക്യാമ്പലിലും സ്നേഹബന്ധത്തിലായി കഴിഞ്ഞിരുന്നു. അവരൊന്നിച്ചൊരു ഔട്ടിങ്ങിന് പോയി. ഒരിടത്ത് കാറൊതുക്കി ലോർണയെ ചുംബിക്കാൻ ജോണി ഒരുങ്ങുമ്പോ അബദ്ധത്തിൽ കാറിലെ ഒരു സ്വിച്ച് ജോണി ആക്ടിവേറ്റ് ചെയ്തിരുന്നു. വിമാനത്തിലെ സീറ്റ് എജക്ടർ പോലെ ആ കാറിൽ അത്തരത്തിലൊരു ടെക്നോളജി ഉണ്ടായിരുന്നു. ആ സ്വിച്ചിലായിരുന്നു ജോണി അമർത്തിയത്. ലോർണയുടെ സീറ്റ് അതോടെ എജക്ട് ചെയ്യപ്പെട്ട് വായുവിൽ കുതിച്ചുയർന്ന് മറ്റൊരിടത്തേക്ക് ചെന്നു വീണു. ചെന്ന് പതിച്ചതാകട്ടെ കുറച്ചു മാറിയുള്ള ഒരു സ്വിമ്മിംഗ് പൂളിലും. ആ സ്വിമ്മിംഗ് പൂളിന്റെ കരയിൽ ബൗ തന്റെ വെക്കേഷൻ എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. ജോണിയുടെ മണ്ടത്തരങ്ങൾ അവസാനിക്കുന്നേയില്ല എന്ന സൂചനയോടെ ചലച്ചിത്രം അവസാനിക്കുകയാണ്. രസകരമായ ഈ ചലച്ചിത്രം നിങ്ങൾക്കിഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബായ്.